കൊട്ടനശ്ശേരി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് മെഗാ മ്യൂസിക്കൽ നൈറ്റ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അല്ലേ. സമയം ഈ 1:30 ഇതുവരെ ഉറങ്ങിയിട്ടില്ല. പരിപാടിയൊക്കെ കണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ എഡിറ്റൊന്നും ചെയ്യാണ്ടാണ് ഡയറക്റ്റ് ജസ്റ്റ് വീഡിയോ എടുത്തു കുറച്ചിങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെടിക്കെട്ടും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോക്ക് വരുന്നതായിരിക്കും. മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും വന്ന് കാണാൻ ആഗ്രഹമുള്ളവർ കൊട്ടനശ്ശേരി ക്ഷേത്രത്തിലേക്ക് വരുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല വീഡിയോ 5 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കും. ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേയിലത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് എല്ലാ രൂപത്തിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വേഗം കാണാം, ആ ഒരു വീഡിയോ നമുക്ക് കാണാം. കണ്ടോ കളർ ഇപ്പോൾ നിങ്ങൾ കണ്ട വെടിക്കെട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഉത്സവം തുടങ്ങുന്നതിന് മുന്നേ ദീപവും തിരിയും ചാമക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരും. അപ്പോൾ ആ ഒരു കൊണ്ടുവരുന്ന സമയത്തുള്ള ഒരു വലിയ വെടിക്കെട്ടാണ്. വലിയതല്ല, ഇതൊരു കുഞ്ഞു വെടിക്കെട്ടാണ്, സാമ്പിൾ വെടിക്കെട്ടാണ്. ഇനി 3-ാം തീയതി ആണ് പുലർച്ചെ 3 മണിക്ക് നല്ല വെടിക്കെട്ടുള്ളത്. അത് കാണേണ്ട വെടിക്കെട്ടാണ്. അപ്പോൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇതാ പരിപാടി ആരംഭിക്കാനായി. ഞാൻ സൗണ്ട് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട്. ജസ്റ്റ് നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ആൾക്കാർ ഇതൊക്കെ അതിൻ്റെ സൗണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്രത്തോളം ജനങ്ങളുടെ ഒരു ചാകര എന്നൊക്കെ പറയല്ലേ, അത്രത്തോളം ആൾക്കാരുണ്ടായിരുന്നു പരിപാടി കാണാൻ. അത്രയെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവില്ല. ജനപ്പെരുമയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല പരിപാടിയായിരുന്നു. അനാർക്കലിയും ഡയാന ഹമീദും അതുപോലെ തന്നെ അശ്വിനും കൊച്ചിൻ താണ്ഡവത്തിൻ്റെ ടീംസും ഒക്കെ അടിച്ച് പൊളിച്ച് കൊട്ടനശ്ശേരി ഒരു ഭയങ്കര ഉത്സവമാക്കി മാറ്റി 31-ന്. അപ്പോൾ നല്ലൊരു പ്രോഗ്രാമും ആയിരുന്നു. അതുപോലെ തന്നെ പ്രോഗ്രാമിനേക്കാൾ എടുത്ത് പറയേണ്ടത് ജനങ്ങളുടെ ആണ്. അത്രത്തോളം ജനങ്ങളാണ് അവിടെ 31-ാം തീയതി ഉണ്ടായിരുന്നത്. ഞാനപ്പോൾ ഇത് എഡിറ്റാക്കി നിങ്ങളിലേക്ക് ഇട്ടതായിരുന്നു. പക്ഷേ അത് സൗണ്ട് വരുമ്പോൾ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വന്നതുകൊണ്ട് ഞാൻ ആദ്യമേ ഡിലീറ്റാക്കി ആദ്യമേ പറഞ്ഞ് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി, ഒരു സങ്കടം തോന്നി. അത് കോപ്പിറൈറ്റ് ഇതിൽ വരുമ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച് സങ്കടം വന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഡിലീറ്റാക്കിയിട്ട് ഞാൻ തന്നെ സൗണ്ടിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതാ പ്രോഗ്രാം തുടങ്ങാറായി. ഫസ്റ്റ് തന്നെ വന്നവരൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജനങ്ങളുടെ ഇത് മാത്രമാണ്. ഇത്രയും ജനങ്ങളെ കണ്ടിട്ട് അവർക്ക് തന്നെ ഒരു സന്തോഷം തോന്നി എന്നാണ് പറഞ്ഞത് നമ്മളോട്. എല്ലാം ഈ പ്രിയപ്പെട്ട കലാകാരന്റെ പാട്ടുകൾ കേൾക്കാൻ ഒരുപാട് പ്രിയപ്പെട്ടവരാണ്. നല്ലൊരു കൈ നൽകിക്കൊണ്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം അശ്വിൻ വിജയൻ. എല്ലാവർക്കും നമസ്കാരം. അടിപൊളി. ഇതിന്റെ ഭാരവാഹികൾ, കൊട്ടനശ്ശേരി ക്ഷേത്ര ഭാരവാഹികളോട്, ആഘോഷ കമ്മിറ്റി അംഗങ്ങളോട് എല്ലാവരോടുള്ള നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. നിങ്ങളോട് എല്ലാവരോടുള്ള സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. കാരണം നിങ്ങളെല്ലാവരും അത്രയും ആവേശത്തോടുകൂടി കാത്തിരിക്കുകയാണ് ഓരോ പാട്ടുകൾക്കായിട്ടും. അടുത്ത ഇനി ഒരുപാട് പാട്ടുകാരും ഡാൻസും എല്ലാം ഉണ്ട്. സോ കൂടെ സുബേർക്ക് കൂടി ഓർക്കണം. സുബേർക്കാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. സോ നമുക്ക് എല്ലാവർക്കും ഒരു അടിച്ചുപൊളി നൈറ്റ് ആയിരിക്കില്ലെന്ന്. റെഡി അല്ലേ?
സൂപ്പർ. അപ്പൊ ഒരു കിടിലം കൈയടി വന്നേ, കേക്കട്ടെ ഞാൻ ശക്തി. സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി. അപ്പോ കുറെ നല്ല പാട്ടുകളൊക്കെ ആയിട്ട് മെലഡിയും അടിപൊളിയും ഒക്കെ ആയിട്ട് നമുക്ക് ഇനി ഒരു 2.5 മണിക്കൂർ പൊളിച്ചെടുക്കാം. റെഡി? സമ്മാനിച്ചിട്ടുള്ള വളരെ വ്യത്യസ്തമായ സിനിമാറ്റിക് ഡാൻസ്, സിനി സ്റ്റൈൽ ഡാൻസുകളൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഇവിടെ വെള്ളൂരിന്റെ മണ്ണില് കൊച്ചിയിൽ നിന്നാണ് നമുക്ക് വേണ്ടിയിട്ട് നൃത്തം അവതരിപ്പിക്കാൻ ഡാൻസേഴ്സ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ വെള്ളൂരിന്റെ ആ ഒരു കൈയടി കൊച്ചിൻ ടീമിന്, കൊച്ചിൻ താണ്ഡവൻ ടീമിന് നൽകിക്കൊണ്ട് അവരുടെ ഒരു ഫ്യൂഷൻ ഡാൻസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ടീംസിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം. ഇത് നമ്മുടെ അനാർക്കലി മരിക്കാറാണ് കേട്ടോ. അപ്പോൾ നല്ല സോങ് ആയിരുന്നു പാടുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഈ ഒരു സോങ് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിച്ചുപൊളി പാട്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ കണ്ടിട്ട് ഒന്ന് ആസ്വദിക്കുക. ഞാൻ കാഴ്ചയൊക്കെ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ തീർച്ചയായിട്ടും. മുതിർന്നവരെക്കാൾ കുട്ടികളായിരുന്നു ഏറ്റവും ഉറക്കമൊഴിഞ്ഞിങ്ങനെ അടിച്ച് പൊളിച്ച് തകർത്ത് വാരിയത്. ഏറ്റവും ആവേശം എന്ന് പറയുന്നത് കുട്ടികൾക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, നല്ലൊരു ഗംഭീര നൈറ്റായിരുന്നു 31-ാം തീയതി എന്ന് പറയുന്നത്. അപ്പോൾ അടിച്ച് പൊളിച്ച് നമ്മെല്ലാവരും ഇനിയും വെയിറ്റിംഗ് ആണ്. ഇനി 4 ഡേയ്സ് ഉണ്ട്. 4 ഡേയ്സും നമ്മൾ കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ആൾക്കാർ എന്ന് വെച്ചാൽ ഇതൊന്നുമല്ല, ഞാൻ ഏറ്റവും ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഏറ്റവും മുന്നിലത്തെ ഞാനായിരുന്നു. അപ്പം ബാക്കിൽ അത്രത്തോളം ജനങ്ങളുണ്ട്. അവരെ ഒന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എനിക്ക് പറ്റുന്നില്ല. കാരണം ഏറ്റവും ഫ്രണ്ടിൽ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയിരുന്നതായിരുന്നു. അപ്പോൾ ജനപ്പെരുമ എന്ന് വെച്ചാൽ ജനപ്പെരുമയായിരുന്നു. അത്രക്കും തിരക്ക് എന്ന് വെച്ചാൽ അങ്ങനെയുള്ള വെള്ളൂരുകാർ അല്ല, മൊത്തത്തിൽ അങ്ങനെ ആഘോഷമായിട്ടെടുത്തു. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് സ്റ്റാർ മാജിക്കിലെ നമ്മുടെ ഡയാന ഹമീദ്. അപ്പോൾ ഡയാന ഹമീദൊക്കെ പറയുന്നത് ആൾക്കാരെ കണ്ടിട്ടുള്ള തന്നെയായിരിക്കും. കാരണം ഇത്രത്തോളം ആൾക്കാരെ അവരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് നമ്മളോട്. അപ്പോൾ ഡയാന ഹമീദ് സ്റ്റാർ മാജിക് ഫെയിമാണ് നമുക്കറിയാം. അപ്പോൾ സ്റ്റാർ മാജിക് ഫെയിമായ ഡയാന ഹമീദിൻ്റെ ഒരു അടിപൊളി ഡാൻസ് ആയിരുന്നു പിന്നെ കാണാൻ കഴിഞ്ഞത്. എന്ന് പറയുന്നത് നാട്ടിൻ്റെ ഒരു വലിയ സമ്പത്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇത് പറഞ്ഞ പോലെ സ്റ്റാർ മാജിക്കിന്റെ കാര്യം ഒരു വേദിയിലും പറയാതിരിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർ മാജിക്കിലൂടെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ 2 ചുവട് വെക്കാനായിട്ടുള്ള എനിക്ക് അവസരങ്ങൾ ആദ്യം ലഭിച്ചത്. പണ്ട് സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ഡാൻസ് ചെയ്തിട്ടുണ്ടെന്നത് ഒരു വേദിയിൽ നല്ലൊരു വേദി കിട്ടുന്നത് സ്റ്റാർ മാജിക്കാണ്. എല്ലാ പ്രേക്ഷകർക്കും കൂടി ആ ഒരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. പരിപാടിയൊക്കെ വളരെ ഉഷാറാവുന്നില്ലേ, പുറകിൽ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് ഡാൻസ് കണ്ട് സൂപ്പർ ആവുന്നുണ്ട്. എല്ലാവരും ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അവിടെ വാഹനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കൊച്ചു മോൻ വന്നിട്ട് എന്നോടൊരു കാര്യം ചോദിച്ചു. ഡയാന വന്നു കഴിഞ്ഞാൽ അത് ചോദിക്കണം, എന്തായാലും ചോദിക്കണം, ചോദിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കാം. ചാട്ട കൊണ്ടുള്ള അടിയുണ്ടല്ലോ, അത് വേദന ഉണ്ടാകാറുണ്ടോ എന്നാണ് ആ കൊച്ചു മോന്റെ ഒരു സംശയം. ശരിക്കും ഞങ്ങളുടെ ഒരു ട്രേഡ് സീക്രട്ട് ആണ്, അതങ്ങനെ പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് രസമാണ്, കാണാൻ നല്ല രസമാണ്. അതെ, പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് പേര് അതിങ്ങനെ ഇപ്പം ചാട്ടവറില്ലാത്ത എപ്പിസോഡുകളുണ്ട്, അപ്പം ചാട്ടവറ വേണം എന്നൊരുപാട് കമന്റ് ചെയ്യുന്നവരുണ്ട്. ചെറിയ വേദനയൊക്കെ എടുക്കുമെന്ന് വെച്ചോ. ഓക്കെ, ഏതായാലും ഡാൻസിലേക്ക് പോകാം നമുക്ക്, അല്ലേ? ഓക്കെ, താങ്ക് യു. നല്ലൊരു കൈയടി. താങ്ക് യു. ഓക്കെ, നല്ലൊരു കൈ. അപ്പോൾ കൊട്ടണിശ്ശേരി മഹോത്സവം നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഓരോ വീഡിയോ എത്തിക്കുമെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ 31-ാം തീയതി അടിച്ച് പൊളിച്ചു. ഇനി 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി വരെ പ്രോഗ്രാമും തെയ്യങ്ങളും ആയിട്ട് വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ സോങ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണൂ കേട്ടോ. ആൾക്കാരൊക്കെ ഞാൻ എടുത്തതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ നല്ലൊരു നൈറ്റായിരുന്നു, ഒരിക്കൽ കൂടി പറയുന്നു. അപ്പോൾ കാഴ്ചകളുമായിട്ടും തെയ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം, ഉത്സവ കാഴ്ചയായിട്ട് കാണാം. അപ്പോൾ അതുവരെയും ടാറ്റ ബൈ ബൈ, സീ യു.